നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ജെയിൻഡോറയുടെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. കമന്റിൽ ചോദിച്ചിരുന്ന ഒരാൾ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജെയിൻഡോറയുടെ അത്യാവശ്യം എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, ബ്രീഡിങ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒരു വീഡിയോ ആയിട്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കട്ട് ഓഫ് ചെയ്യുന്നുണ്ട് ഇത്ര ടൈം ആകുമ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് രണ്ടാമത്തെ വീഡിയോ ഇട്ടിടാം, ഇല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ജെയിൻഡോറയുടെ സ്വദേശം സൗത്ത് ഏഷ്യ ആണ്. ആക്ച്വലി അതൊരു എഡിബിൾ പർപ്പസിനായിരുന്നു ആദ്യം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഓർണമെന്റലായിട്ട് വന്നതാണ്. അതിന്റെ ഭംഗിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ഓർണമെന്റലായിട്ട് വന്നതാണ്. ഇത് കൂടുതലും ബ്ലാക്ക് ആണ് എഡിബിളിന് യൂസ് ചെയ്യുന്നത്. ആൽബിനോ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഓർണമെന്റലിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഇതിന് പിങ്ക് സ്ട്രെയിൻ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ ഇപ്പൊ ഒരു ഹൈബ്രിഡ് സ്ട്രെയിന് റെഡ് ജെയിൻഡോറയിൽ തന്നെ റെഡ് വരുന്ന സ്ട്രെയിൻ ഉണ്ട്. അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. മാർക്കറ്റിലൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെ എന്താ പറയാ, ഒരുപാട് സവിശേഷതയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിന് പൊതുവെ കേരളത്തിൽ ആനച്ചെവിയൻ അല്ലെങ്കിൽ ബ്രാഹ്മണ മീൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഈ ബ്രാഹ്മണ മീൻ എന്നറിയപ്പെടുന്ന കാരണം എന്ന് പറയുന്നത് ഇത് പൊതുവെ വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് അതിനെ ബ്രാഹ്മണ മീൻ എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് അത്ര ശരിയായുള്ള കാര്യമല്ല. കാരണം ഇത് ടെട്രയെ അറ്റാക്ക് ചെയ്യുന്ന വെറൈറ്റിയാണ്. മറ്റ് മീനുകളെ അറ്റാക്ക് ചെയ്യും. ബ്രീഡിംഗ് പോസിബിൾ ആണ്. നമുക്കിത് ബ്രീഡിംഗ് പോസിബിൾ ആണ്. പിന്നെ ഇതിന്റെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു ടാങ്ക് തന്നെ, ഈ ഒരു മീനിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ടാങ്ക് തന്നെ ചൂസ് ചെയ്യുക. കാരണം ആദ്യത്തെ ഒന്ന് സ്ലോ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മെച്യൂർ ആവുന്നതനുസരിച്ച് നല്ല രീതിയിൽ സൈസ് കയറുന്ന വെറൈറ്റിയാണ്. 2 ഫീറ്റോളം സൈസ്